രാജ്യത്ത് പലയിടത്തും മുസ്ലിം വോട്ടുകൾ വെട്ടാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ് SIRന് പിന്നാലെ നിരവധി ആളുകൾ ഒരു മണ്ഡലത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ മുസ്ലിം വോട്ടുകൾ വെട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഒരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്. വലിയ തരത്തിൽ 470-ലധികം ആളുകളുടെ വോട്ടുകൾ ഇത്തരത്തിൽ വെട്ടാൻ വേണ്ടി BJPയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് BLO തന്നെയാണ് തുറന്നു പറയുന്നത്. വലിയ തരത്തിലുള്ള ഭീഷണി നേരിടേണ്ടി വരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അത്രയും ഭീകരമായ കാര്യം തന്നെയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. റാവു, ഇത് നമ്മൾ പല തവണ ഇതുപോലുള്ള വിഷയങ്ങൾ ഒരുപാട് തവണ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം ഒരാൾ ഉന്നയിക്കുകയാണല്ലോ. അയാൾ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതരാകുന്നു, മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്തെ വോട്ടുകൾ വെട്ടിക്കളയാൻ BJPക്കാർ നിർബന്ധിക്കുകയാണ്, ഭരണത്തിൻ്റെ ആളുകൾ നിർബന്ധിക്കുകയാണ് എന്ന് പറയുന്നു. ഓഡിയോ റെക്കോർഡ്സ് പുറത്തു വരുന്നു. രാജ്യത്തിലൊരു ഞെട്ടലുമില്ലേ? ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിന് ഒരു ഞെട്ടലുമില്ലേ? അതാണുള്ള ചോദ്യം. ഇവിടുത്തെ പൊതുബോധത്തിന് ഒരു ഞെട്ടലുമില്ലേ? ആൾക്കാരെ ഇപ്പം നോക്കൂ, എനിക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം SIRമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ, ദുരൂഹതകൾ, ആളുകൾ ഉന്നയിക്കുന്ന പരാതികൾ, അതിൽ കാണുന്ന അസാധാരണമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളോ വെട്ടിക്കളലുകളോ, ഇതൊന്നും രാജ്യത്തെ ആളുകളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയല്ല. പണ്ട് അഖിലാഖിനെ കാലിക്കടത്തിൻ്റെ പേരിലോ ബീഫിൻ്റെ പേരിലോ തല്ലിക്കൊന്നപ്പോൾ രാജ്യം ഞെട്ടി. പിന്നെ ഞെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷം നിരന്തരമായി അതിനോട് യോജിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ആർക്കും ഒരു ഞെട്ടലുമില്ല. എന്ന് മാത്രമല്ല, അതിന് മറുപടി പറയേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. SIRനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേണും പരാതിയും ആക്ഷേപവും ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഉന്നയിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ പദവിയാണല്ലോ, അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും വൃത്തിയുള്ള മറുപടി നൽകാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറ്റിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയിട്ടില്ല. ഇതിപ്പോൾ മുസ്ലിം കേന്ദ്രങ്ങളിലെ വോട്ട് വെട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി കർണാടകയിലെ ഈ വോട്ട് വെട്ടൽ പരിപാടിയുടെ വിശദാംശം പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, കോൺഗ്രസുമായിട്ട് നാരോ എഡ്ജിൽ മാത്രം BJP ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ നാരോ എഡ്ജിൽ മാത്രം കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ, അവിടെ കോൺഗ്രസ്സുകാരുടെ വോട്ട് വെട്ടാനായിട്ടുള്ള പണി വൃത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ വോട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അമൃതയും ഞാനും അടുത്തുള്ള ആൾക്കാരാണ്. അമൃതയെക്കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ പറയുകയാണ്, അമൃത ഇവിടെ ഇല്ല. ഒന്നുകിൽ അമൃത മരിച്ചുപോയി, അല്ലെങ്കിൽ അമൃത ഇവിടുന്ന് താമസം മാറി, അല്ലെങ്കിൽ അമൃതയ്ക്ക് ഇവിടെയും വേറൊരു സ്ഥലത്തും വോട്ടുണ്ട്, അമൃത വിദേശത്താണ്. ഇങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൃത ഇവിടെ വോട്ട് വെട്ടാൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സർക്കാർ സംവിധാനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ്? അമൃതയ്ക്ക് ഒരു നോട്ടീസ് അയക്കും, എനിക്കും നോട്ടീസ് അയക്കും, ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെയാണോ വോട്ട്, നിങ്ങൾക്ക് ഇരട്ട വോട്ടുണ്ടോ, നിങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടോ, ഇവയെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് നോട്ടീസ് അയച്ച് നടപടികൾ പൂർത്തിയാക്കി മാത്രമേ ഒരാളുടെ പേര് വെട്ടാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ പറയുന്നത്. പക്ഷേ കർണാടകയിൽ സംഭവിച്ചത് എന്താണ്? കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ വോട്ട് കാണുന്നില്ല. അപ്പോൾ അയാൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അയാൾ നോക്കുമ്പോൾ അയാളുടെ അമ്മാവൻ്റെ പേര് കാണുന്നില്ല. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അമ്മാവൻ്റെ പേര് എന്തുകൊണ്ട് കാണുന്നില്ല? അമ്മാവനോട് ജീവിച്ചിരിപ്പുണ്ട്, അമ്മാവൻ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആളാണ്. അയാൾ പരിശോധിക്കുമ്പോൾ അമ്മാവൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ആൾ അമ്മാവൻ ഇവിടെ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ അമ്മാവനോട് ചോദിക്കുക പോലും ചെയ്യാതെ അമ്മാവനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം അയൽപക്കത്തെ കക്ഷിയെ വിളിച്ച് ചോദിച്ചു, താൻ എന്ത് പണിയാണ് കാണിച്ചത്? ഇത് ഇയാൾ അവിടെ പച്ചയ്ക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ ഇല്ലയെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അപ്പോൾ കാണേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ ഈ ആപ്ലിക്കേഷൻസും ഈ പറഞ്ഞ കൺസേൺ എല്ലാം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും റേസ് ചെയ്യപ്പെടുന്നതും പുലർച്ചെ 4 മണിക്കും 5 മണിക്കൊക്കെ വരുന്നു. 10-30 മിനിറ്റ് കഴിയുമ്പോൾ പേര് വെട്ടിക്കളയുന്നു. ഈ മാസീവായിട്ട് ഈ പരിപാടി നടക്കുകയാണ്. കർണാടകയിലെ പ്രശ്നം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ്. അയച്ച ആൾക്കറിയില്ല. അതിൻ്റെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ കർണാടകയ്ക്ക് പുറത്തുനിന്ന് എവിടെ നിന്നൊക്കെ ഈ തരത്തിലുള്ള ഈ പരാതികൾ റേസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ആളുകളെ വെട്ടിക്കളയുന്നു. ഈ ആളോട് ചോദിക്കുക, ഹിയറിങ്ങിന് വിളിക്കുക, പരിശോധിക്കുക, നോട്ടീസ് അയക്കുക, ഈ വക ഒരു ഫോർമാലിറ്റീസും പൂർത്തിയാക്കുന്നില്ല. ഹരിയാനയിലെ സംഗതി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അതിൻ്റെ അവസാനം അദ്ദേഹം ചില വീഡിയോസ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ അദ്ദേഹം അവിടെ കൊണ്ടുവരികയും ചെയ്തു. അവരൊന്നും ഈ പട്ടികയിലില്ല, അവരെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരോട് ചോദിക്കുക പോലും ചെയ്ത് അവർ പേര് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ നോക്കൂ, ബീഹാറിൽ പല മേഖലകളിലും ആളുകളെ വ്യാപകമായി വെട്ടിക്കളഞ്ഞു. അവിടെ ചെന്ന ആൾക്കാരോട് മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്ന കാര്യമേ അവരറിഞ്ഞിട്ടില്ല. അവർക്കൊരു ഫോമും വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. അവരോട് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ അവരില്ല. കഴിഞ്ഞ തവണ അവർ വോട്ട് ചെയ്തവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടി BJP മാർക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ മാത്രം ആളുകൾക്ക് വോട്ട് കുറയുന്നു. കിഷൻഗഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ വോട്ട് കുറയുന്നു. അവിടുത്തെ എന്താണ്, ആ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 2019 BJPയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പഠനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നാരോ എഡ്ജിൽ BJP ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് അസാധാരണത്വങ്ങൾ കാണുകയാണ്.
അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതായത് 5 മണിയാകുമ്പോൾ അതുവരെ ഇല്ലാത്ത തരത്തിൽ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ട് കുതിച്ച് കയറുകയാണ്. ആ സമയത്ത് മാത്രം വന്ന് ഭയങ്കരമായ ആളുകൾ വോട്ട് ചെയ്തതിൻ്റെ കണക്ക് പിന്നെ പരിശോധിക്കുമ്പോൾ കാണുകയാണ്. എന്ന് മാത്രമല്ല, ആ മണ്ഡലങ്ങളുടെ കഥ, നാരോ എഡ്ജിൽ BJP ജയിച്ച മണ്ഡലങ്ങളുടെ കഥ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മണ്ഡലങ്ങൾക്കകത്തെ മൈനോറിറ്റി ബെൽറ്റിൽ പലയിടത്തും ആളുകൾക്ക് വ്യാപകമായ ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അവർക്കൊന്ന് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും പറയുമല്ലോ, വോട്ടിംഗ് മെഷീനിൽ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പുണ്ടെന്നുള്ളത് ഇനിയും വ്യക്തത വരേണ്ട കാര്യമാണ്. വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാൻ കഴിയുന്നതാണെന്നാണ് ലോകത്ത് പല ആൾക്കാരും എക്സ്പെരിമെൻറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപേ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഹരിയാനയിലെ കാര്യം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഹരിയാനയിൽ അവിടെ ഗുസ്തിക്കാരുടെ സമരമുണ്ട്, അവിടെ കർഷക സമരമുണ്ട്, അവിടെ ബ്രിജ്ഭൂഷൺ ശരത് വലിയ വിമർശനമുണ്ട്. എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ BJPയുടെ മുഖ്യമന്ത്രി വോട്ടറിൻ്റെ തലേദിവസം വന്നിട്ട് ഒരു ചിരിയിരിച്ചു, ഞങ്ങൾ ജയിക്കും, അതിനുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഈ സംവിധാനം എന്ന് രാഹുൽ ഗാന്ധി ആ പ്രസ് മീറ്റ് ചോദിക്കുന്നുണ്ട്. അവർ തന്നെ ജയിച്ചു അവസാനം. എന്നിട്ട് അവിടെയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത് എന്താണ്, ബ്രസീലിൽ നിന്ന് വന്നിട്ടുള്ള യുവതി 22 സ്ഥലത്ത് വോട്ട് ചെയ്തത്. പിന്നെയും അതിൻ്റെ ഭയങ്കര രസകരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടല്ലോ. അപ്പോൾ ഒരു വലിയ കേന്ദ്രീകൃതമായ പരിപാടി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുക. അപ്പോൾ ഈ ഭയങ്കര വിജിലൻസ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കല്ലോ, കേരളത്തിലെല്ലാം വളരെ വിജിലൻ്റാണ്, ഇവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല, രാഷ്ട്രീയ പാർട്ടികൾ ഭയങ്കര വിജിലൻസ് ഉണ്ടെന്ന്. അങ്ങനെ വിജിലൻ്റ് ആണെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു തൃശ്ശൂർ. അവിടെ ഒരു ഫ്ലാറ്റിൽ 8 പേരാണ് വോട്ട് ചെയ്തത്. ഫ്ലാറ്റ് ഉടമയോട് ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ആരുമില്ല. ഈ 8 പേരെക്കുറിച്ച് അവർക്കും അറിയില്ല, 8 പേർക്ക് പരസ്പരം അറിയില്ല. അത് കേരളത്തിൽ നടന്നു. അപ്പോൾ ഈ തൃശ്ശൂരിലെ കാര്യം ആലോചിക്കണം. തൃശ്ശൂരിൽ ഈ പട്ടിക പുറത്തുനിന്ന് ശേഷം മൊത്തം പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് CPI സമീപിച്ചപ്പോൾ കളക്ടർ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ, പിന്നെ നോക്കാമെന്നാണ്. എല്ലാവരും വോട്ട് ചെയ്തു. സുരേഷ് ഗോപി ജയിച്ചു. പിന്നെ അന്ന് നോക്കിയില്ല, പിന്നെ നോക്കിയില്ല. ഈ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം എന്താ പറയുന്നത്, തോറ്റതിലുള്ള നിരാശ കൊണ്ടാണെന്ന് പറഞ്ഞു നടക്കാണ് BJPക്കാർ. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജ്യത്ത് ഈ തരത്തിൽ ഞങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളുടെ വോട്ട് വെട്ടിക്കളയുക എന്ന് പറഞ്ഞ പണി നടക്കുന്നുണ്ട്. അത് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. അത് നമ്മൾ ഇപ്പോൾ 58 ലക്ഷം ആൾക്കാരുടെ പേര് വെട്ടിയെന്ന പ്രശ്നം പശ്ചിമ ബംഗാളിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ആ പ്രശ്നം കാണുന്നുണ്ട്. നമ്മൾ ഹരിയാനയിൽ ആ പ്രശ്നം കണ്ടിട്ടുണ്ട്. ഇതൊരു വലിയ പ്രോജക്റ്റായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിയോട് വാർത്താ സമ്മേളനം നടത്തലല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് കളിയാക്കണോ അവരെ പേര്. വാർത്താ സമ്മേളനം നടത്തലും ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യലും പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര രാഷ്ട്രീയ വിഷയമായി മാറേണ്ടതെന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണകൂടത്തിൻ്റെ സഹായമുണ്ട്. ഭരണ പാർട്ടിയാണ് അതിൻ്റെ ബെനിഫിഷ്യറി. തൃശ്ശൂരിൽ ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ LDFും UDFും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുള്ളത് BJPയാണ്. എന്താ പരാതി കൊടുക്കാത്തത്? ബെനിഫിഷ്യറിക്ക് പരാതി ഉണ്ടാവില്ലല്ലോ, ഗുണഭോക്താവിന് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇവിടെ എന്താണ്, ഇവിടെ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നു, അഖിലേഷ് യാദവ് പ്രശ്നം ഉന്നയിക്കുന്നു, മമത പ്രശ്നം ഉന്നയിക്കുന്നു, RJD പ്രശ്നം ഉന്നയിക്കുന്നു. പ്രശ്നം ഉന്നയിക്കാത്ത ഒരു പാർട്ടിയുള്ളത് BJPയാണ്. കാരണം ബെനിഫിഷ്യറിക്ക് എവിടെയും പരാതി ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് നോക്കൂ, സമീപകാലത്ത് മൊത്തം BJPയാണ്. അപ്പം BJPക്ക് മാത്രം സഹായം കിട്ടുന്ന ഈ ഏർപ്പാട് എങ്ങനെ നിരന്തരം സംഭവിക്കുന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. BJP വക്താവാണോ അതോ കമ്മീഷനാണോ എന്ന് സംശയം തോന്നുന്നു. നമ്മൾ ഈ വാർത്താ സമ്മേളനം കേട്ടോ, തോറ്റതിന് നിരാശയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാക്കളോട് പറയാണ്. അപ്പോൾ ഇത് എൻ്റെ പ്രശ്നം, നമ്മുടെ രാജ്യത്തെ പല സംഗതികളും പോലെ നമുക്കിത് യൂസ്ഡായി പോകുന്നുണ്ടോ നമ്മൾ പേടിക്കണം. BJP അല്ലേ, കുറച്ചൊക്കെ നമ്പറൊക്കെ അവരെ കാണും. ഇലക്ഷൻ്റെ വിശ്വാസ്യതയൊക്കെ കണക്കാണ്. ഒരു പോകെ മനുഷ്യർക്ക് ഈ സംഗതിയിൽ വിശ്വാസം ഇല്ലാതാവും. നമ്മൾ പോയി വോട്ട് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. നമ്മൾ പോയി വോട്ട് ചെയ്താലും കൗണ്ട് ചെയ്യപ്പെടുന്നത് ഈ വോട്ടൊന്നും ആയിരിക്കില്ല എന്ന് ജനത്തിന് അവിശ്വാസം തോന്നിടത്ത് തുടങ്ങും പ്രശ്നം. നമ്മളെപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ കരുത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാലും വോട്ട് ചെയ്യുന്നത് അവിടെ നോട്ട് ചെയ്യപ്പെടുമെന്നും ആ നോട്ട് ചെയ്യപ്പെടുന്ന വോട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നുള്ള നമ്മുടെ വിശ്വാസം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റു പല രാജ്യങ്ങളിലും പോലെ അപകടകരമായ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാവണം, കമ്മീഷൻ തയ്യാറാവണം. അതല്ലാത്ത പക്ഷം ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കാണേണ്ട വിഷയം ഇതാണ്, വേറൊന്നുമല്ല. കാരണം നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണം നടത്തിയാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാലും, വോട്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? കാര്യമില്ല. നിങ്ങൾ എടുക്കുന്ന പണി നിങ്ങൾക്ക് അധികാരത്തിൽ വരാനാണ്, നിങ്ങൾക്ക് ജയിക്കാനാണ്, MLAയും MPയും ആകാനാണെങ്കിൽ ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട പ്രശ്നം ഇതാണ്. അതായത് കമ്മീഷൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് അയ്യോ അവിടെ കുറേ മുസ്ലിങ്ങളെ വെട്ടി, അത് ശരിയല്ലോ എന്ന് പറഞ്ഞ് കമ്മീഷൻ വരാൻ പോകുന്നില്ല. കമ്മീഷനെ തീരുമാനിക്കുന്നത് മോദിയാണ്. സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അപ്പുറത്തൂടെ മോദി ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് മോദിയുടെ മന്ത്രിയും കൂടിയാണ് കമ്മീഷനെ തീരുമാനിക്കുന്നത്. അതിൻ്റെ റാങ്ക് വരെ അവർ താഴ്ത്തി. സോ അതുകൊണ്ട് സമരങ്ങളാണ് ലോകത്തെ സൃഷ്ടിച്ചത്, സമരങ്ങളാണ് ചേഞ്ചസ് ഉണ്ടാക്കിയത്. സമരം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു തുടർച്ച ഉണ്ടാക്കണം. രാഹുൽ ഗാന്ധിയോടും പറയാനുള്ളത്, നിങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അടുത്ത വാർത്താ സമ്മേളനം എന്നതിനിടയിൽ എടുക്കേണ്ട പണിയുണ്ട്, ആ പണി എടുക്കണം.
അപ്പോൾ ഇത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല ഒരുപാട് പരാതികൾ വരുന്നുണ്ട്, സമാനമായ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മറുപടി പറയാനോ ഒരു നടപടി എടുക്കാനോ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വളരെ ഗൗരവകരമായൊരു അവസ്ഥയിലൂടെ തന്നെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഇനി എന്താകും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താകും? ഇപ്പോൾ ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പേപ്പറിലൊരു കഥ വന്നിട്ടുണ്ട്. ചൂണ്ടുവിരൽ എന്നാണ് കഥയുടെ പേര്. ഹരിദാസ് സാവിത്രി എന്ന് പറയുന്നൊരു സാഹിത്യകാരി എഴുതിയതാണ്. അവർ മറ്റേ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ കഥയിൽ പറയുന്നത് ഇതാണ്: പഴയ കാലമാണെന്നാണ് തോന്നുക, പക്ഷേ അത് പുതിയ കാലവുമായി നമുക്ക് കൂട്ടി വായിക്കണം. അതായത് ഒരു വഴിയിൽ കിടന്നുറങ്ങുന്ന കുറച്ച് ആളുകളെ ഒരു സംഘം ഒരു വണ്ടിയിൽ കൊണ്ടുപോയി പോളിംഗ് ബൂത്തിൽ കൊണ്ടുപോകുന്നു. ഒരാളെ കൊണ്ട് ഒരുപാട് വോട്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. വോട്ട് ചെയ്യിക്കുമ്പം അവരുടെ വിരലിൽ മഷി പുരട്ടുന്നുണ്ട്. ഈ പുരട്ടിയ മഷി ഈ പറയുന്ന സംഘം ഒരു മഷി ചുരണ്ടിക്കളയുന്നതാണ് ആ കഥയിൽ പറയുന്നത്. അങ്ങനെ ആ ചൂണ്ടുവിരലിൽ നിന്ന് രക്തം കിനിയുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മുറിവിൽ നിന്ന് വരുന്ന രക്തം എന്നുള്ള നിലക്കാണ് ആ കഥ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള SIRൻ്റെ അവസ്ഥ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മളിത് കണ്ടത് എന്ന് പറയുന്ന സിനിമയിൽ ഇത് വളരെ ശരിയായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ SIRലൂടെ നടക്കുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഈ BLO ആത്മഹത്യാ ഭീഷണി മുടക്കേണ്ടി വന്നതിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. അതായത് വോട്ടർമാർ അവിടെ ഉണ്ട്, അവിടെ തന്നെ ജീവിക്കുന്നുണ്ട്, ഇവരുടെയൊക്കെ അയൽവാസികളായി അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വോട്ട് നിഷ്കരുണം വെട്ടിമാറ്റുകയാണ്. വെട്ടിമാറ്റുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? അവരുടെ വോട്ട് നഷ്ടമാകുന്നു. അതേ സ്ഥാനത്ത് മറ്റു വോട്ടർമാർ കൂടി കടന്നു വരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ ഈ BLO വർക്ക് ചെയ്യുന്ന ബൂത്തിൽ ആ മണ്ഡലത്തിൽ ആകെ 1000-ൽ താഴെ വോട്ടിനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അപ്പം ഇത്തരം വോട്ടുകൾ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ നിലവിലുള്ള MLAയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാളുടെ സ്ഥാനം എന്തായി? സേഫായി. ഇനി ഒരു വോട്ട് പോലും അയാൾക്ക് അധികം ലഭിക്കാൻ പോകുന്നില്ല, അയാൾക്ക് എതിരെ ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കും ഒരു 30 വോട്ടല്ലേ, ഒരു 40 വോട്ടല്ലേ ഒരു ബൂത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊരു നിയമസഭാ മണ്ഡലത്തിലുണ്ടാക്കുന്ന ആകെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം അങ്ങനെയല്ല. അങ്ങനെയാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം ടൈറ്റ് മണ്ഡലങ്ങളിലൊക്കെ ചെയ്തു വരുന്നത് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വലിയ ഗവേഷണം നടത്തുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമും പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം SIRമായി ബന്ധപ്പെട്ട് കേരളം വലിയ ജാഗ്രതയിലാണ്. എല്ലാ ശനിയാഴ്ചയും ചീഫ് ഇലക്ടറൽ ഓഫീസർ യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിൽ പരാതികളുടെ പ്രളയം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് ഷായ ആണെങ്കിലും CPMൻ്റെ MV ജയരാജനാണെങ്കിലും ഇവരൊക്കെ വിവിധ പരാതികൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പരാതികളെല്ലാം കേട്ട ശേഷം ഈ പരാതികൾ അദ്ദേഹം ജ്ഞാനേഷ് കുമാറിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതിലെങ്കിലും എന്തെങ്കിലും പരിഹാരം വന്നതായി നമ്മൾ കേട്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ നൽകിയൊരു വാർത്തയുണ്ട്. അതായത് പ്രവാസികളുടെ വോട്ടുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ SIRൽ രേഖപ്പെടുത്തുമ്പോൾ SIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. പാസ്പോർട്ട് നമ്പർ കൊടുക്കുമ്പോൾ 2 ആൽഫബറ്റും ബാക്കി ഡിജിറ്റും ചേർക്കാൻ കഴിയണം. അതായത് പുതിയ പാസ്പോർട്ടിൽ 2 ആൽഫബറ്റും ബാക്കി ഡിജിറ്റുമാണ്. പഴയ പാസ്പോർട്ടിൽ 1 ആൽഫബറ്റും ബാക്കി ഡിജിറ്റുമാണ്. ഇപ്പോൾ നിലവിലുള്ള പ്രവാസികൾക്ക് SIR രജിസ്റ്റർ ചെയ്യുമ്പോൾ 1 ആൽഫബറ്റ് എഴുതാനുള്ള ഓപ്ഷനെ ആ ഫോമിലുള്ളൂ. 2ാമത് ആൽഫബറ്റ് എഴുതാൻ കഴിയില്ല, എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം പോലും അവിടെ ഉന്നയിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഇന്ത്യക്കാർ അവരുടെ വോട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായ ഫോമിലില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ കേരളത്തിൽ ഇന്ത്യയിൽ ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിനൊന്നും പരിഹാരം വരുന്നില്ല. നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ വളരെ ക്ഷമയോടുകൂടി രാഷ്ട്രീയ പാർട്ടികളെ കേൾക്കുകയും അതെല്ലാം രേഖപ്പെടുത്തുകയും മുകളിലേക്ക് ഈ പരാതികളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യും. പക്ഷേ അതിന് കൃത്യമായ മറുപടികളോ പരിഹാര മാർഗങ്ങളോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് SIRൻ്റെ അന്തിമ പട്ടിക വരാൻ ബാക്കിയുള്ളത്. അന്തിമ പട്ടിക വരുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ അതിലുണ്ടാവുമോ? ആരൊക്കെയാണ് പുറത്താവുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം എത്ര പേര് പുറത്തായി? 19 ലക്ഷം അല്ലേ പുറത്തായി. അപ്പോൾ സ്വാഭാവികമായും ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ള വലിയ ശ്രമമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത്.
ഇപ്പോൾ തന്നെ സർക്കാർ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ബൂത്തിലും ആരൊക്കെ പുറത്തായിട്ടുണ്ടെന്ന് കൃത്യമായി അറിയാനുള്ള ബാധ്യത അതത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ജാഗ്രത കൊണ്ട് മാത്രമേ ഇത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ജാഗ്രത രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തണം. ഇപ്പം കേരളത്തിന് പുറത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ഭീഷണികൾ BLOമാർക്കെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടമായ വെട്ടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത്രത്തോളം നടത്താൻ അവർക്ക് കഴിയില്ല. കാരണം ഇവിടെ കുറച്ചുകൂടി രാഷ്ട്രീയ ജാഗ്രതയുണ്ട്. പക്ഷേ ആ ജാഗ്രത കൃത്യമായി പുലർത്തിയാൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ SIRൻ്റെ കാര്യത്തിൽ എന്താണോ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് അത് നടക്കാതിരിക്കാനുള്ള മാർഗം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ആ ഒരു ജാഗ്രത, അത് തന്നെയാണ് വളരെ അത്യാവശ്യം.